മാങ്കൂട്ടത്തിൽ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെ കോൺഗ്രസിൻ്റെ തന്നെ പിന്തുണയോടുകൂടെ പാലക്കാട് സജീവമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം കണ്ടിട്ടില്ലായിരുന്നു. അല്ല, ഞാൻ കണ്ടില്ല. ഇന്നെന്താ സംഭവിച്ചത്? അല്ല, ഇന്നലെ കഴിഞ്ഞ ദിവസം, അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമെന്ന് പറയുകയും പക്ഷെ അവിടെ എത്തുന്ന സമയത്ത് പാർട്ടിയാണ് പൂർണ്ണ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് ഞാൻ ആദ്യമേ പറഞ്ഞാണല്ലോ, കോൺഗ്രസിൻ്റെത് ഒരു ഇരട്ടത്താപ്പാണ്. കോൺഗ്രസ് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകം മാത്രമായിരുന്നു പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത്. കാരണം പാർലമെൻ്ററി പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസിനകത്തുള്ള ഒരു സംവിധാനമാണ്. അത് കോൺഗ്രസിൻ്റെ ഭരണഘടന അനുസരിച്ചിട്ട് എന്താ അതിൻ്റെ അധികാരം, എന്തൊക്കെയാണ് അവർക്ക് അവകാശങ്ങൾ, എന്തൊക്കെയാണ് ചുമതലകൾ, ഇതൊന്നും സാധാരണ ജനങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ജനപ്രതിനിധിയായിട്ട് തുടരണമോ വേണ്ടയോ എന്നുള്ളത് മാത്രമേ ജനങ്ങൾക്ക് താല്പര്യമുള്ളൂ. ജനപ്രതിനിധിയായിട്ട് തുടരുന്നതിന് തടസ്സമുണ്ടാക്കാൻ കോൺഗ്രസ് ഒരു വിധത്തിലും ശ്രമിച്ചില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരേ നിലപാടാണ്. CPMൻ്റെ MLAക്കെതിരായിട്ട് ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ CPM എടുത്ത അതേ സമീപനമാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇന്ത്യ സഖ്യത്തിന് ഇക്കാര്യത്തിൽ ഒറ്റ നിലപാടാണ്.